നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ മോഷൻ ഇൻ എ പ്ലെയിൻ അല്ലെങ്കിൽ 2 ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. സോ ഒരു 2 കോർഡിനേറ്റ്സ് ഉള്ള ഒരു സിസ്റ്റത്തിൽ, അതായത് ഇതിപ്പോൾ ഒരു എക്സ് കോമ്പണൻ്റ് ആണ്, ഒരു വൈ കോമ്പണൻ്റ് ആണെന്നുണ്ടെങ്കിൽ 2 കോർഡിനേറ്റ് ഉള്ള സിസ്റ്റത്തിൽ ഞാനൊരു ബോഡിനെ അല്ലെങ്കിൽ ഞാനൊരു സാധനത്തിന് എറിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ഒരു വി വെലോസിറ്റിയിൽ തീറ്റ ആംഗിൾ ഈ ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, സഞ്ചരിച്ചു അങ്ങനെ ഒരു പാരബോള ഷേപ്പിൽ വന്നിട്ട് എന്ത് ചെയ്യും, ഞാൻ എറിഞ്ഞത് എവിടെയാണോ അതിൻ്റെ സമതലമായ പ്രദേശത്ത് വെക്കണം എന്ത് ചെയ്യും, അത് വിടും. ആ സമയത്ത് നമുക്ക് വൈ കോർഡിനേറ്റിനെ ആസ്പദമാക്കിയിട്ടും എക്സ് കോർഡിനേറ്റിനെ ആസ്പദമാക്കിയിട്ടും പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാലും, അതായത് ഒരു കോർഡിനേറ്റ് 2 കോർഡിനേറ്റ്സിൻ്റെ ഇടയിലുള്ളതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. മീൻസ് ഞാനിപ്പോൾ ഈ ഒരു പോയിന്റ് ഇവിടെ സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനൊക്കെ ഒരു വാല്യൂ കൊടുത്താൽ, ഞാനിപ്പോൾ ഇതിന് 5 അല്ലെങ്കിൽ ഇതിനൊരു 6 എന്നുള്ള വാല്യൂ ആണെങ്കിൽ ഈ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് സിമ്പിളായിട്ട് 5, 6 എന്ന് പറയാൻ പറ്റും. അതായത് എക്സ് കോമ്പണൻറ്റിലെ 5ഉം വൈ കോമ്പണൻറ്റിലെ 6ഉം ആയിട്ടുള്ള പോയിന്റാണ് അതെന്ന് പറയാൻ പറ്റും. അത്തരത്തിൽ 2 ഡയമെൻഷൻ ആകുമ്പോൾ നമുക്ക് ഒരുപാട് എന്തുണ്ട്, നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൊജക്റ്റൈൽ എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ തീറ്റയിൽ ഇത് സഞ്ചരിച്ചാൽ എത്ര സെന്റിമീറ്റർ ഇത് സഞ്ചരിക്കും എന്നുള്ളത് കഴിഞ്ഞാൽ റേഞ്ച് എന്ന് പറയും. എത്ര ടൈം കൊണ്ട് അവിടെ എത്തി എന്നുള്ളത് ടൈം പീരീഡ് എന്ന് സംസാരിക്കും. അതിൻ്റെ മാക്സിമം ഹൈറ്റ് എത്രയാണ് ഉള്ളതിനെ വെച്ച് സംസാരിക്കാൻ പറ്റും. അത് എത്ര ആംഗിളിൽ എറിഞ്ഞാലാണ് മാക്സിമം ഇതിൽ പോയിട്ട് അറിയാമെന്ന്, എത്ര റേഞ്ചിൽ പോയിട്ട് വെക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും. സോ അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് വരുന്നത് വേറെ ഒന്നുമില്ല. ഞാനൊരു ബോഡി വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഒറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കിയിട്ട് എറിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് എക്സ് കോമ്പണൻ്റ് ആണ് ഞാൻ ഒറിസോണ്ടലാക്കി എടുക്കുന്നത്, വൈ കോമ്പണൻ്റ് ആണ് ഞാൻ വെർട്ടിക്കലായിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എത്ര ഇതിൽ പോകുന്നു, അല്ലെങ്കിൽ എത്ര റേഞ്ച് ആണത്, എത്ര സെൻറ്റിമീറ്റർ സഞ്ചരിക്കും, അല്ലെങ്കിൽ എത്ര ടൈം കൊണ്ട് അത് എത്തും എന്ന് എനിക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേഞ്ചിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഇക്വേഷൻ ആണ് എന്ത്, u² sin 2θ/g എന്ന് പറയുന്ന ഇക്വേഷൻ. ഇനി അത് എത്ര ഹൈറ്റ് മാക്സിമം എത്തി എന്നുള്ളതാണ് എച്ച് മാക്സ് എന്ന് പറയുന്നത്. അതിക്ക് u² sin θ/g 2g എന്ന് പറയുന്ന ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അല്ല, ഇനി അത് എത്ര ടൈം പീരീഡ് കൊണ്ട് മാക്സിമം എത്തി എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ 2u cos θ/g എന്ന് എഴുതാൻ പറ്റും. അത്തരത്തിലേക്ക് 3 ഇക്വേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അതായത് അതിൻ്റെ റേഞ്ച് കാണണമെങ്കിൽ u² sin 2θ/g എന്നും എച്ച് മാക്സ് കാണണമെന്നുണ്ടെങ്കിൽ u² sin θ/2g എന്നും അതെനിക്ക് ടൈം പീരീഡ് കാണുന്നുണ്ടെങ്കിൽ 2u cos θ/g എന്നും പറയാൻ പറ്റും. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബോഡി ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റിയും അതുപോലെ തന്നെ ഇതിൻ്റെ വെർട്ടിക്കൽ വെലോസിറ്റിയും മാറിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി എനിക്ക് u cos θ എന്ന് പറയാൻ പറ്റും. അത് സിമ്പിളായിട്ട് ഒരു വെക്ടർ ഫോമിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. അതായത് തീറ്റ ആംഗിൾ, ഇവിടെ തീറ്റ ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഈ കമ്പോണൻറ്റ് കോസ് കമ്പോണൻ്റ് ആയിട്ടും ഈ കമ്പോണൻറ്റ് സൈൻ കമ്പോണൻ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഡിവൈഡ് ചെയ്യാറുള്ളത് ഒരു 2 ഡയമെൻഷൻ ആസ്പെക്റ്റിൽ. അതിന് 3 ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ അതൊരു എക്സ് കമ്പോണൻസും അവിടെ വരും. അതായത് നമ്മൾ ഈ കാണുന്ന ഈ ലോകം, അതായത് ഇപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ ഇവിടെ ഈ പെണ്ണ് പിടിച്ചാൽ ഇതൊരു 3 ഡയമെൻഷനിലാണെന്ന് പറയാൻ പറ്റും. പക്ഷെ ഞാൻ ഈ പെണ്ണ് ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പ്രതലം ഇല്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ബോർഡിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അത് 2 ഡയമെൻഷനിലാന്ന് പറയാൻ പറ്റും. ആ കാര്യങ്ങളൊന്നും പോണില്ല. അതായത് തീറ്റനടുത്തുള്ള കോമ്പണന്റ് യു കോസ് കമ്പോണന്റ് എന്നും ഈ കമ്പോണന്റിന്റെ സൈൻ കോമ്പണന്റ് എന്നും പറയാൻ പറ്റും. യു കോസ് തീറ്റ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ എക്സ് കോമ്പണന്റ് എന്ത് ചെയ്യില്ല, മാറില്ല എന്നുള്ളതാണ്. ത്രൂ ഔട്ട് ആ ബോഡിയുടെ മോഷനിൽ യു കോസ് തീറ്റ എന്ന് പറയുന്നതിന്റെ വാല്യൂ, ആ വെലോസിറ്റി സെയിം ആയിരിക്കും. പക്ഷെ യു സൈൻ തീറ്റ മാറും. യു സൈൻ തീറ്റ എന്തിന് ടൈമിനനുസരിച്ച് മാറുന്നു എന്ന് ചോദിച്ചാൽ യു സൈൻ തീറ്റയെ ആര് സ്വാധീനിക്കുന്നുണ്ട്, ജി എന്ന് പറയുന്ന നമ്മുടെ ഗ്രാവിറ്റി സ്വാധീനിക്കുന്നുണ്ട്. ആ ഗ്രാവിറ്റി അടിയിലേക്ക് വലിക്കുന്നുണ്ട്. സിമ്പിളായിട്ട് 1 ഡയമെൻഷനിൽ നമുക്കറിയുന്ന ഇക്വേഷൻ ആണ് എന്ത്, വി എന്ന് പറയുന്നത് u + at ആണ്. അതായത് വി എന്ന് പറയുന്ന ഫൈനൽ വെലോസിറ്റി യു എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റിയോട് കൂടെ അതിൻ്റെ ആക്സിലറേഷൻ ഇൻറ്റു ടൈം ചെയ്യുമ്പോഴാണ് ഫൈനൽ വെലോസിറ്റി നമുക്ക് കിട്ടുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഈ ആക്സിലറേഷൻ അല്ലെങ്കിൽ ജി എന്ന് പറയുന്ന ആ ഗ്രാവിറ്റി ഒരിക്കലും വെലോസിറ്റിയുടെ അതേ ഡയറക്ഷനിലല്ല ആക്ട് ചെയ്യുന്നത്. ആ വെലോസിറ്റിയെ കുറക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ വെലോസിറ്റി അടിയിലേക്ക് പിടിച്ചു വലിക്കുന്ന രീതിയിലാണ്. സോ വി = u - at എന്ന് എഴുതാൻ പറ്റും ഡീസിലറേഷൻ്റെ രീതിയിൽ എഴുതുമ്പോൾ. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്, ജി ആണ്. അപ്പോൾ അങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ വൈ കോമ്പണൻറ്റിൻ്റെ, അതായത് ഒരു 10 സെക്കൻഡിൽ എത്രയാണ് വൈ കോമ്പണൻറ്റിലെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ v = u - θ എന്ന് പറയുന്നത് വെച്ച് നമുക്ക് പറയാൻ പറ്റും. അതിൽ ഈ വി എന്ന് പറയുന്നത് വി സൈൻ തീറ്റ ഒക്കെ എടുക്കേണ്ട കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. പക്ഷേ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള എക്സ് കോമ്പണൻറ്റിലെ വെലോസിറ്റിയിൽ എന്തുണ്ടാവില്ല, മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും എന്തേക്കാരം അത് u cos θ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഒക്കെ പോട്ടെ, ഇനി ഇത് മനസ്സിലായില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കിട്ടും നോക്കാം.
സോ ക്വസ്റ്റ്യൻ ഇതാണ്, എ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് ഫ്രം ഗ്രൗണ്ട് അറ്റ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി above the horizontal with speed 150 meter per second. The time after which particle move at an angle 45 degree with vertical is എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചാൽ ഒരിക്കലും സിമ്പിളാണ്. എൻ്റെ ഒരു ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ലെവലിൽ ഇത് കുറച്ച് ടഫി ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. ഇതിനെ മുഴുവൻ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ലെവൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ക്വസ്റ്റ്യൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തത്. സോ നോക്കാം. അതായത് ഞാൻ ഒരു 150 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ എന്ത് ചെയ്യാണ് അല്ലെങ്കിൽ വെലോസിറ്റിയിൽ എന്ത് ചെയ്യാണ് 60 ഡിഗ്രി ആംഗിൾ എന്ത് ചെയ്യാണ് ഒരു സാധനം പ്രൊജക്റ്റ് ചെയ്യണം. അത് നേരെ വന്നിട്ട് എന്ത് ചെയ്യും താഴത്തേക്ക് പോകും അല്ലേ. അത് 60 ഡിഗ്രി ഞാൻ പ്രൊജക്റ്റ് ചെയ്താൽ എന്ത് ചെയ്യും അത് നിശ്ചിത ദൂരം സഞ്ചരിച്ചിട്ട് ലാൻഡിൽ പോകും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര സമയം കഴിഞ്ഞിട്ടാണ് 150 മീറ്റർ എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഇതെന്ത് ചെയ്യുക 45 ഡിഗ്രി ഒറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. അതായത് ഇതിപ്പോൾ ഒറിസോണ്ടലായിട്ട് എന്തുണ്ടാക്കണം 45 ഡിഗ്രി ഇവിടെ ഉണ്ടാക്കണം അല്ലേ, 45 ഡിഗ്രി ഉണ്ടാക്കണം. അപ്പോൾ വെർട്ടിക്കലായിട്ട് എത്ര തന്നെ ഉണ്ടാവുക 45 തന്നെ ഉണ്ടാവുക. കാരണം എന്താ മൊത്തത്തിൽ 90 വേണം. അപ്പോൾ ഈ 45 എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഒരു സുഖമുള്ള ആംഗിളാണ്. അപ്പോൾ 45 ഡിഗ്രി എന്ത് വേണം ഒറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വെർട്ടിക്കലായിട്ട് 45 ഡിഗ്രി തന്നെ കാര്യം ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം. ഈ വെലോസിറ്റി ഉണ്ടല്ലോ, ഈ ഒറിസോണ്ടൽ വെലോസിറ്റി അതെന്തേ കാരം എപ്പോഴും സെയിം ആയിക്കാരം. അതായത് ഇവിടെ ഇപ്പോൾ ആദ്യം പറഞ്ഞ ആ യു കോസ്റ്റിറ്റ് ഉണ്ടല്ലോ അതെന്തേ കാരം സെയിം ആയിക്കാരം. പക്ഷെ ഇതെന്ത് ചെയ്തിട്ടുണ്ടാവും മാറിയിട്ടുണ്ടാവും. അതായത് വി എക്സ് എന്ന് പറയുന്നത് എന്തേ കാരം സെയിം ആയിക്കാരം. ഇവിടെ എത്ര ആണെന്നുണ്ടായിരുന്നത് ആദ്യത്തെ വെർട്ടിക്കൽ ഈ ഒറിസോണ്ടൽ വെലോസിറ്റി എത്രയായിരുന്നോ അതിനെ കാരം ഉണ്ടാവുക ഈ സമയത്ത് ഉണ്ടാവും. പക്ഷേ ഈ വി വൈക്ക് എന്തുണ്ടാവും മാറ്റം ഉണ്ടാവും. നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എത്രയാണ് യു കോസ് തീറ്റ നോക്കാം. ആ വെലോസിറ്റി എത്രയാണെന്ന് നോക്കാം. അതായത് വി എക്സ് എത്രയാണെന്ന് നോക്കാം. മാറില്ലല്ലോ. ആദ്യം 150 മീറ്റർ യു എന്ന് പറഞ്ഞത് 150. കോസ് തീറ്റ കോസ് 60 1/2. സോ വി എക്സ് ഈസ് ഈക്വൽ ടു 75 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതാണ്. ഈ 75 മീറ്റർ പെർ സെക്കൻഡ് ഏക്കാരം എപ്പോഴും എന്തുണ്ടാവുക ഒറിസോണ്ടൽ ആയിട്ടുള്ള വെലോസിറ്റി ഉണ്ടാവുക എന്നുള്ള കാര്യം. അതായത് യു കോസ് തീറ്റയ്ക്ക് മാറ്റമില്ല എന്നുള്ള കാര്യം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ 45 ഡിഗ്രി ആംഗിൾ ആയതുകൊണ്ട് ഇവിടെ എന്താണ് യു കോസ് തീറ്റ ആണോ അല്ല, ഇവിടെ യു സൈൻ തീറ്റയാണ്. വെർട്ടിക്കൽ അല്ലേ, ഇത് യു കോസ് തീറ്റയാണ്. ഇത് 45 ആയപ്പോൾ യു കോസ് 45 എന്ന് പറയുന്നത് എന്താവണം 75 ആവണം. യു സൈൻ 45 എന്ന് പറയുന്നതും അപ്പം എന്തേക്കാരം അതായത് സൈൻ 45 എന്ന് പറയുന്നത് കോസ് 45 എന്ന് പറയുന്നത് എന്തേക്കാരം സെയിം ആയിരിക്കും. അതുകൊണ്ട് ഇത് രണ്ടും എന്താവണം ആ സമയത്ത് 75 ആയിരിക്കും എന്നുള്ളതാണ്. അതെങ്ങനെ മനസ്സിലായത് യു കോസ് 45 ആയാലും യു കോസ് അതായത് യു അറ്റ് ടൈം 1 അതായത് U1 കോസ് 60 ആയാലും U2 കോസ് 45 ആയാലും എന്തായിരിക്കണം സെയിം ആയിരിക്കണം. അപ്പോൾ രണ്ടും 75 എന്നുള്ള കാര്യം എന്ത് ചെയ്ത് നമുക്ക് മനസ്സിലായി. പക്ഷെ ഇവിടെ എന്താണ് ആദ്യം എത്ര ഉണ്ടായിരുന്നത് ആദ്യം യു സൈൻ തീറ്റ എത്ര ഉണ്ടായിരുന്നത് യു സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താ ഉണ്ടായിരുന്നത് യു സൈൻ തീറ്റ തന്നെ 150 സൈൻ 60 ആണ്. അതായത് അത് ഏകദേശം വരിക 150/2 √3/2 എന്നാണ് അതിൻ്റെ പേര് വരിക. അപ്പോൾ 70 വി വൈ എന്ന് പറയുന്നത് 75√3 എന്ന് വരിക. അപ്പോൾ വി വൈ വെർട്ടിക്കൽ വെലോസിറ്റി 75√3 നിന്നും എന്താവണം 75 ആവണം. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഇക്വേഷൻ അതായത് ഗ്രാവിറ്റി വരുന്ന ഇക്വേഷൻ നോക്കിയാൽ അതായത് എനിക്ക് കിട്ടേണ്ട വാല്യൂ 75 ആവണം. എന്തെന്നാണ് ഇനീഷ്യൽ എത്ര ഉണ്ട് 7/√3 ഉണ്ട്. അതിൽ നിന്ന് എന്താവണം ഇതായിട്ട് മാറണം. ഇവിടെ ടി കൊടുത്തു. സോ ഞാൻ എന്ത് ചെയ്തു ഈ ടീനെ ഇങ്ങോട്ട് കൊടുന്നാൽ അത് പോസിറ്റീവ് ആവും. 75√3 മൈനസ് എന്താണ് 75 എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ 75നെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ടീനെ അപ്പുറത്ത് കൊണ്ടായാലും എന്ത് ചെയ്യും 75/10 √3 മൈനസ് 1 കിട്ടും. സോ അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും 7.5 ഇൻറ്റു √3 മൈനസ് 1 വരും. ഇവിടെ ഓപ്ഷൻസിൽ എങ്ങനെയുള്ളത് വെച്ചാൽ അങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ടോ അല്ല അങ്ങനെയല്ല ഉള്ളത്. ഇവിടെ 15 ആ ടൈംസിലുള്ളത്. അപ്പോൾ 15/2 ചെയ്താൽ പറ്റും. അപ്പോൾ ഞാൻ 15/2 ഇൻറ്റു √3 മൈനസ് 1 എഴുതി. സോ അങ്ങനെ എന്ത് ചെയ്ത് എനിക്ക് ഇതിൻ്റെ ആൻസർ സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിച്ച മെത്തേഡ് എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഉപയോഗിച്ച കോൺസെപ്റ്റ് എന്താ വെച്ചാൽ ഉള്ളൂ. അതായത് യു കോമ്പണൻറ്റ് വെർട്ടിക്കലായിട്ട് ഒറിസോണ്ടലായിട്ടുള്ള യു കോസ് തീറ്റ ഒറിസോണ്ടൽ കോമ്പണൻറ്റ് വെലോസിറ്റി എന്ത് ചെയ്യില്ല മാറില്ല, നത്തിങ് ശരിയായി കോൺസ്റ്റൻ്റ് ആയി നിൽക്കും എന്നുള്ളതാണ്. പക്ഷെ വെർട്ടിക്കൽ വെലോസിറ്റി ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട് മാറും എന്നുള്ളതാണ്.
മനസ്സിലാക്കണം.